ആ അയ്യോ ഒന്നും പറയണ്ട. ചില സമയം ഇങ്ങനൊരു മണ്ടൻ തന്നെ കേട്ടാ. ഓ ഞാൻ സാറിനെ ചോദിച്ച് ഞാൻ സാറിനെ ചോദിച്ചു, സാറ് സത്യത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ മോക ചോന്ന് എടുത്ത് പറയണ്ട ബാലു ഒരുമാതിരി തമാശ പറയണ്ട, ഇത്തിരി കൂടിപ്പോയെന്ന് പറഞ്ഞു. ആ ചായ കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചായ കുടിച്ചില്ല, ചായയും പരിപ്പടയും. നാളെ കൊണ്ടുപോന്നേ. പപ്പടം അവിടെ പപ്പടം ഉണ്ട്, പപ്പടം അവിടെ ഉണ്ട് അവിടെ. ഓ നാളെ വാങ്ങിച്ചു തരാം. ശരി ശരി. ഓ നാളെ ഞാൻ സൈറ്റ് വന്നിട്ട് പോകുള്ളൂ. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. ശരി മക്കളെ കാശു കാശു മക്കളിക്ക് വാ വാ. അമ്മ അവിടെ അമ്മ അവിടെ പോയി അടുക്കളയല്ല. ആഹാ മക്കള് ചോറുണ്ടാ? ആണാ? ഓ നല്ല എരിവുണ്ടായിരുന്നാ? പിന്നെ നല്ല സൂപ്പറായിരുന്നു. അയ്യോ അപ്പം എരിയൊന്നുമില്ലേ മക്കൾക്ക്? ഭയങ്കര എരിഞ്ഞില്ലേ? തന്നെ? ഓ ഐസ്ക്രീമും എരിവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കൊച്ച്. ഇത് ഏതെന്തോ കറക്റ്റ് നിറച്ച് ബുദ്ധിയാണല്ലേ ഇതിൽ. പ്രിയ അയ്യോ അന്വേഷിച്ചാ? ഞാൻ പറയാതെ ഇറങ്ങി. ഞാൻ ഇപ്പം പോയാളെന്ന് പറഞ്ഞു കേട്ടാ. ശരി ശരി ശരി. അത് ഇവിടെ ഏറ്റവും ഇളയത്. ഓ അച്ഛൻ്റെ ഗേൾഫ്രണ്ടാണോ? അതെ അന്ന് പ്രിയ വിളിച്ചതിന് ശേഷം എപ്പോഴും ചോദിക്കും പ്രിയയുടെ കാര്യം. ഓ ഇത് നേരത്തെ കാണുന്ന പറയണ്. ആണോ? ശരി 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 ശരി. ഓ ഞാൻ വന്നിട്ടേ പോളൂ. ഓ ശരി. അയ്യോ കുറുമ്പി തന്നെ ഭയങ്കര കുസൃതിയാണ്. ഇത് മാത്രമല്ല കുറേ എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും കുറുമ്പി അവളാണ്. ഓരോ കാര്യങ്ങൾ ചോദിക്കണം കേൾക്കണം. ശരി ശരി ശരി. ഓ ഓ ഓ ഓ ഒരു ദിവസം കൊണ്ടുവരാം. ഓ ശരി ഓക്കെ. പിന്നല്ലാതെ വീഡിയോ കോൾ കളിക്കട്ടാ. നമുക്ക് അടുക്കളയിൽ പോവാം. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കട്ടൻ ചായയും കുടിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം. പിന്നെ കണക്ക് നോക്കണം. ആദ്യം നമുക്ക് കട്ടൻ ചായ കുടിക്കാം കേട്ടോ. പറഞ്ഞ് തീർന്നില്ലതാ അമ്മ കട്ടൻ ചായ കൊണ്ട് പറഞ്ഞു. അത് ശരി. ഇപ്പം പറഞ്ഞേ ഉള്ളൂ. ജംഗ്ഷനിൽ കുടിച്ചില്ലേ കട്ടൻ ചായ? വന്നോളം ജംഗ്ഷനിൽ നിന്ന് ചായ കുടിക്കും. പിന്നെ ഇവിടെ വന്ന് നിന്റെ കൈ കൊണ്ടൊരു കട്ടൻ ചായ എന്നാലേ പൂർണ്ണമാവും. ആരുടെ ആയിരുന്നു കുറെ നേരം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അത് നമ്മളെ സൂപ്പർ ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഓ അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ആരുടെങ്കിലും ഓഫീസിലെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഇവിടെ കോളുകളൊക്കെ സൃഷ്ടിക്കുമായിരുന്നല്ലോ നിങ്ങൾ പണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ എഞ്ചിനീയറുമായിട്ടും സൈറ്റിലെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ വീട്ടിൽ വന്നാൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല അല്ലേ? എടി അത് കാര്യമായ സംസാരം, ജീവിക്കാൻ വേണ്ടിയുള്ള സംസാരം. അല്ല നീ ചുമ്മാ സുഷമയെ വിളിച്ച് സംസാരിക്കുമ്പോഴല്ല സുഷമയെ സാരി കൊള്ളാമോ ബ്ലൗസ് കൊള്ളാമോ പിന്നെ കല്യാണത്തിന് പോകണ്ടേ എങ്ങനെ നമ്മളെ കല്യാണത്തിന് പോകും അങ്ങനെ പറയണില്ലല്ലേ? ഞാനൊക്കെ സംസാരിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണല്ലോ. ഡേ നാളെ ചോറ് കിട്ടുമ്പോഴേ കുറച്ച് രസവും കുറച്ച് മീൻകറി കൂടുതൽ വയ്ക്കണേ. സാധാരണ കൊണ്ടുപോകുന്നത് പോലെ കഴിക്കാറില്ല, പിന്നെ എന്തിനാ കൂടുതൽ? എടി ഞാൻ ഉണ്ണുമ്പോൾ ഇഞ്ചിനീയറും കൂടെ വന്നിരിക്കും, അപ്പോൾ ഒരുമിച്ചാണ് ഉണ്ണത്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ.